ഹലോ. അപ്പോൾ സൺഡേ ആയിട്ട് നമ്മളെല്ലാവരും വീട്ടിലുണ്ട് കേട്ടോ. എനിക്കിന്ന് ഉച്ചയ്ക്കാണ് ഡ്യൂട്ടി. അപ്പോൾ രാവിലത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണ്. രാവിലെ ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ദോശ ഉണ്ടാക്കാമെന്നാണ് കരുതുന്നത് കേട്ടോ. ഈ നമ്പുവ നേരത്തെ തന്നെ എണീറ്റ് എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് കാപ്പി കിട്ടിയെങ്കിൽ മാത്രമേ അമ്പു ഒന്ന് മാറി ഉഷാറാവുള്ളൂ കേട്ടോ. അങ്ങനെ അമ്പുവിന് വേണ്ട കാപ്പിയെല്ലാം ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണ്ട ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. അമ്പു ആവയ്ക്ക് നമ്മൾ കഴിക്കുന്ന പോലത്തെ വലിയ ദോശയൊന്നും പറ്റാത്തതുകൊണ്ട് അമ്പു ആവയ്ക്ക് നമ്മൾ കുട്ടി കുട്ടി ദോശയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കുട്ടി ദോശ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അമ്പൂൻ്റെ ഒരു കുറുമ്പ് മക്കളെ നിങ്ങൾ കാണേണ്ടത് തന്നെയാണ്. അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ പപ്പായ മരത്തിലേക്ക് ഒന്ന് പോയപ്പോൾ വലിയ രണ്ട് പപ്പായ കിട്ടി. ഒന്ന് ജിനുവാൻ്റെ വീട്ടിലേക്കും ഒന്ന് നമ്മളും എടുത്തു കേട്ടോ. ഈ പ്രാവശ്യത്തെ ഏറ്റവും വലിയൊരു പപ്പായയാണ് കേട്ടോ ഇത്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചതിന് ശേഷം ഞാനും ഇതാ കഴിക്കുകയാണ് കേട്ടോ. ദോശ നല്ല അടിപൊളി ചിക്കൻ കറിയായിരുന്നു. ഇനി എനിക്ക് കുറേ പരിപാടികളുണ്ട്. ഇനി ഉച്ചത്തേക്ക് നമ്മൾ പച്ചടി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. വെള്ളരി എപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിലും പച്ചടി ഇവിടെ നിർബന്ധമായതുകൊണ്ട് തന്നെ പച്ചടിയും കൂടി അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. വെള്ളരി കുനുകുനാന്നരിഞ്ഞതിന് ശേഷം മുളകും ഉപ്പും ഇട്ടതിന് ശേഷം നന്നായി വേവിച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് അതിന് വേണ്ട അരവും കൂടി ഞാൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ചെറിയ ജീരകവും അതുപോലെ തന്നെ കുറച്ച് കടുകും ഇട്ടിട്ട് നമ്മൾ അരച്ചിട്ട് അതിലോട്ട് ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ തൈര് കുട്ടനെ എന്താക്കണം, ഒന്ന് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കരുത് കേട്ടോ. ഇനി തള വരാൻ പാടില്ല. അങ്ങനെ വറവും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കരിയേപ്പിലേൻ്റെ ഒരു ചെറിയ കുറവുണ്ട് കേട്ടോ, അതൊന്നും കാര്യമാക്കണ്ട. അങ്ങനെ ലാസ്റ്റ് നമ്മളിതാ പറമ്പിലേക്ക് പോവാണ്. നമ്മുടെ കാപ്പിക്കുരുവൊക്കെ നന്നായിട്ട് പഴുത്ത് കൊഴിഞ്ഞ് വീഴാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കാപ്പിയൊക്കെ ഇന്ന് പറിക്കണം. ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.